നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട് തീരത്തോട് ചേർന്ന് തെക്കുകിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട അന്തരീക്ഷ ചുഴികളെ തുടർന്ന് കേരളത്തിൽ ശക്തമായ മഴ സാധ്യതയാണ് നിലനിൽക്കുന്നത്. കിഴക്കൻ മേഖലകളിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ ലഭിച്ചേക്കും. മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും സാധ്യതയുള്ളതുകൊണ്ട് ജാഗ്രത പാലിക്കുക. കഴിഞ്ഞ ദിവസം കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയാണ് ലഭിച്ചത്. പലയിടങ്ങളിലും വെള്ളം കയറി. കിഴക്കൻ പ്രദേശങ്ങളിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ഇന്നലെ കേരളത്തിലെ തെക്കൻ ജില്ലകളിലും മധ്യ ജില്ലകളിലും കേന്ദ്രീകരിച്ചായിരുന്നു മഴ കനത്തു പെയ്തത്. രാത്രിയോടെ മഴ വടക്കൻ ജില്ലകളിലും എത്തി. വടക്കൻ ജില്ലകളുടെ കിഴക്കൻ മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയാണ് പെയ്തത്. മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് മലവെള്ളപ്പാച്ചിലുണ്ടായി. സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. ഇന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴ സാധ്യതയാണുള്ളത്. തീരദേശങ്ങളിൽ ശക്തമായ മഴ തുടരുവാൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷണം. ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പുണ്ട്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റെല്ലാ ജില്ലകളും യെല്ലോ അലർട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യത. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാമെന്നാണ് പ്രവചനം. കടലിൽ ഉയർന്ന തിരമാലകളും രൂപപ്പെട്ടേക്കാം. അതിരപ്പള്ളി, മലക്കപ്പാറ റൂട്ടിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അടച്ചിടും. മലപ്പുറത്തെ മലയോര മേഖലകളിൽ രാത്രി മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. കാളികാവ്, ചിങ്കക്കല്ലിൽ 7 വീടുകളിലാണ് വെള്ളം കയറിയത്. മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് 7-ാം തീയതി വരെ മീൻപിടുത്തം വിലക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം. 6-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ല. 7-ാം തീയതി കണ്ണൂർ, കാസർഗോഡ്. യെല്ലോ അലർട്ട് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ. 6-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ല. 7-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളാണ്. മഴ പെയ്ത് കുതിർന്നു നൽകുന്ന പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ വരും ദിവസങ്ങളിൽ ജാഗ്രത പുലർത്തണം. അടുത്ത 3-4 ദിവസം മഴ ശക്തമായി തന്നെ തുടരുവാനാണ് സാധ്യത. നദികളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ഇനി പറയുന്ന നദികളിൽ സംസ്ഥാന ജലസേചന വകുപ്പ് യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെല്ലോ അലർട്ട് എറണാകുളം, മൂവാറ്റുപുഴ, കക്കടശ്ശേരി, തൊടുപുഴ സ്റ്റേഷൻ, പത്തനംതിട്ട, അച്ചൻകോവിൽ, കല്ലേലി, കോന്നി, GD സ്റ്റേഷൻ. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങുവാനോ നദി മുറിച്ചു കടക്കുവാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കുവാൻ തയ്യാറാകണം. ഇതിനിടെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ കേരളത്തിൽ ദുരന്തങ്ങളാണുള്ളത്. 2018 സമാനമായ മഹാപ്രളയത്തിനും ചൂരൽമല ഉരുൾ ദുരന്തത്തിനും സമാനമായ മഹാദുരന്തങ്ങൾക്കോ ഉള്ള സാധ്യത ഇക്കൊല്ലം നമുക്ക് തള്ളിക്കളയാനാകില്ല. കേരളത്തിൽ മിക്ക പ്രകൃതി ദുരന്തങ്ങളും ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി കേരളത്തിൽ നടക്കിയ ഒരു ദുരന്തമെങ്കിലും ഈ 3 മാസങ്ങളായി ആവർത്തിക്കുന്നു വന്നിരിക്കെ കേരളം കരുതലോടെ ഇരിക്കേണ്ട ദിവസങ്ങളാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. 2018 മഹാപ്രളയത്തെ മുന്നിൽ കണ്ട വർഷത്തിൽ കേരളത്തിൽ 10 ജില്ലകളിലായി 341 മണ്ണിടിച്ചിലുകളാണ് ഉണ്ടായത്. കുറച്ചു വർഷങ്ങളായി കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. 2015-നും 2024-നും ഇടയിൽ ഇന്ത്യയിൽ 4000 ഉരുൾപൊട്ടലുകൾ ഉണ്ടായതിൽ 2500 കേരളത്തിലായിരുന്നു. മഹാപ്രളയം കേരളത്തെ ഒന്നാകെ മുക്കിക്കളഞ്ഞ വർഷമായിരുന്നു 2018. അതിശക്തമായ മഴയെ തുടർന്ന് മിക്ക ജില്ലകളിലും വെള്ളപ്പൊക്കവും മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലുമുണ്ടായി. 2001 നവംബർ 9-നാണ് അമ്പൂരിൽ ഉരുൾപൊട്ടലുണ്ടായത്. പൊട്ടിയൊഴുകിയെത്തിയ ഉരുൾ കവർന്നെടുത്തത് 39 പേരുടെ ജീവനായിരുന്നു. കേരളം കണ്ടതിൽ അന്ന് ഏറ്റവും വലിയൊരു ഉരുൾപൊട്ടലായി അത് മാറി. പിന്നീട് അങ്ങോട്ട് ഓരോ വർഷവും ഓരോ മഹാദുരന്തം ഈ മാസങ്ങളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2019-ലായിരുന്നു കേരളത്തെ മുഴുവൻ വിറപ്പിച്ച കവളപ്പാറയും പുത്തുമലയും ദുരന്തമായത്. 2019 ഓഗസ്റ്റ് 8-നാണ് വയനാട്ടിലെ പുത്തുമലയിലും മലപ്പുറം കവളപ്പാറയിലും ഉരുൾപൊട്ടിയത്. 17 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തത്തിൽ ഇനിയും 5 പേരെ കണ്ടെത്താനായിട്ടില്ല. മലവെള്ളപ്പാച്ചിൽ കവളപ്പാറയിൽ ഇല്ലാതാക്കിയത് 59 ജീവനായിരുന്നു. അതിൽ 11 പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. 2020 ഓഗസ്റ്റ് 6-ന് രാത്രിയിലായിരുന്നു പെട്ടിമുടിയിലെ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളിലേക്ക് മലപൊട്ടി ഒലിച്ചിറങ്ങിയത്. 4 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കിട്ടിയിട്ടില്ല. ഇവരെ പിന്നീട് സർക്കാർ മരിച്ചവരായി പ്രഖ്യാപിക്കുകയായിരുന്നു. 2021 ഒക്ടോബർ 16-ന് ഉച്ചയോടെ കോട്ടയം ജില്ലയിലെ കുട്ടിക്കലും സമീപ പഞ്ചായത്തായ കൊക്കയാറിലും ഉരുൾപൊട്ടലുണ്ടായി. കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലായാണ് ഉരുൾപൊട്ടലുണ്ടായത്. 21 ജീവനുകളാണ് അന്ന് മണിമലയാറിന്റെ തീരത്തുള്ള ആ ഗ്രാമത്തിൽ നിന്ന് നഷ്ടമായത്. സാധാരണ പെയ്യുന്നതിന്റെ ഇരട്ടി മഴ വരെ ഉണ്ടായ സമയങ്ങളിലാണ് കേരളത്തിൽ ഉരുൾപൊട്ടലുകളെല്ലാം നടന്നത്. കഴിഞ്ഞ 30 വർഷമായി കേരളത്തിൽ ജൂണിലും ജൂലൈയിലും മഴ കുറയുകയും ഓഗസ്റ്റിലും സെപ്റ്റംബറിലും കൂടുകയും ചെയ്യുകയാണ്. മഴ കൂടുന്ന ഓഗസ്റ്റ് മാസങ്ങളാണ് ഉരുൾപൊട്ടലിൽ ഏറെ ഉണ്ടാകുന്നത്. 2018-ന് ശേഷം ഉരുൾപൊട്ടലുകളുടെ തീവ്രത കൂടിയിട്ടുണ്ട്. ഒപ്പം ജീവഹാനി കൂടുകയും നാശനഷ്ടം ഏറുകയും ചെയ്യുന്നു. 2018-ലെ അതിവർഷത്തിന് ശേഷം തീവ്ര ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളുടെ എണ്ണവും ഏറി.
2018 അതിവർഷത്തിൽ കേരളത്തിൽ ആകെ 341 ഉരുൾപൊട്ടലുണ്ടായി. ഇടുക്കിയിൽ മാത്രം 104 പേരുടെ ജീവനെടുത്ത 143 ഉരുൾപൊട്ടലുകൾ ഈ കാലയളവിലുണ്ടായി. 2020 പെട്ടിമുടി, 2021 കുട്ടിക്കൽ എന്നിങ്ങനെ ഓരോ വർഷവും കേരളത്തിന്റെ നോവായി ഈ ഉരുൾ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ 2012 ശേഷമുള്ള ഏറ്റവും വിനാശകരമായ വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിൽ തിങ്കളാഴ്ച ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ മലയോര ജില്ലകളിൽ അതീവ ജാഗ്രത പാലിക്കുവാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുവാനും നിവാസികളോട് അധികാരികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസം അവസാന ദിവസങ്ങളോളം നീണ്ട കനത്ത മഴയിൽ 44-ലധികം പേർ മരിച്ചതിനെ തുടർന്ന് നഗരത്തിന്റെ അടിയന്തര പദ്ധതികളിലെ പോരായ്മകൾ അംഗീകരിക്കാൻ അധികാരികൾ നിർബന്ധിതരായി. ബീജിംഗിൽ നിൽക്കുന്ന മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷകർ ബീജിംഗിന്റെ ചില ഭാഗങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ 6 മണിക്കൂറിനുള്ളിൽ 200 മില്ലിമീറ്റർ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 22 ദശലക്ഷം ജനസംഖ്യയുള്ള ഈ നഗരത്തിൽ സാധാരണ വർഷം മുഴുവൻ 600 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിക്കാറുള്ളത്. മരണസംഖ്യ കഴിഞ്ഞ മാസം അവസാനം കനത്ത മഴയിൽ ബീജിംഗിൽ ഏകദേശം 44 പേരാണ് മരിച്ചത്. വടക്കു കിഴക്കൻ മിയോൺ ജില്ലയിലെ ഒരു നഴ്സിംഗ് ഹോമിൽ വെള്ളം അതിവേഗം ഉയർന്നതിനാൽ ഭൂരിഭാഗം പേർ അതിൽ കുടുങ്ങി. ജാഗ്രതാ മുന്നറിയിപ്പായി ബീജിംഗിൽ 16 ജില്ലകളിൽ മിൻഡാഗോ, ഫാങ്ഷാൻ, ഫെങ്ടായ്, ഷിജിങ്ഷാൻ, ഹുവൈറോ, ചാങ്പിങ് എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്കുള്ള ഏറ്റവും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇവയെല്ലാം നഗരത്തിന്റെ പടിഞ്ഞാറും വടക്കുമുള്ള മലയോര പ്രദേശങ്ങളാണ്. വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലും വളരെ ഉയർന്ന സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.